ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഏർലി മോർണിംഗ് വ്ളോഗാണ്. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ആയതുകൊണ്ട് ഒത്തിരി പ്രിപ്പറേഷൻസ് ഒന്നും കഴിഞ്ഞ ദിവസം ചെയ്തിട്ടില്ല. ആസ് യൂഷ്വൽ ആദ്യം തന്നെ ചായ ഉണ്ടാക്കുവാണ്, എങ്കിലേ ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി പരിപാടികൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. മോൾക്ക് സ്കൂളുണ്ട്, എനിക്കും വർക്കുണ്ട്. വർക്കിംഗ് ഡേയ്സിൽ ഇതുപോലെ സ്മൂത്തായിട്ടും പതുക്കെയും ഒക്കെ മോർണിംഗ് ഒക്കെ പോകുന്ന ദിവസങ്ങൾ വളരെ കുറച്ചാണ്. അപ്പോൾ അതിലൊരു ദിവസമാണ് ഇന്ന്. വളരെ ഒന്നും തിരക്കൊന്നുമില്ല, പതുക്കെ എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ടൊക്കെ ഇരുന്നാൽ മതിയാകും. എപ്പോഴത്തെയും പോലെ തന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വയ്ക്കുന്നുണ്ട്. മോർണിംഗ് വ്ളോഗ്സ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ വ്ളോഗ് എന്നല്ല, പൊതുവെ മോർണിംഗ് വ്ളോഗ്, ഏർലി മോർണിംഗ് റൂട്ടീനൊക്കെ കാണാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടമാണ്. ഞാനും ഇങ്ങനെ ഓരോരോ മോർണിംഗ് റൂട്ടീൻസൊക്കെ കാണാറുണ്ട്. കാരണം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉൾക്കൊണ്ട് ലൈഫിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റിയാൽ നല്ലതല്ലേ. അങ്ങനെ കാണുന്ന വ്ളോഗ്സിൽ നിന്ന് ഞാനും എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ആഗ്രഹമുണ്ടായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് രാവിലെ എഴുന്നേറ്റാൽ ഫസ്റ്റ് തന്നെ ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത്. എന്നെക്കൊണ്ടത് പറ്റില്ല. എനിക്ക് മോർണിംഗിൽ ഫസ്റ്റ് ടീ തന്നെ ചെല്ലണം. ഞാൻ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷേ എനിക്കത് ഒട്ടും പറ്റത്തില്ല. എനിക്ക് ചായ തന്നെ ആദ്യം കഴിച്ചേ പറ്റൂ. അങ്ങനെ എൻ്റെ ചായ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാക്കറ്റ് അവിടെ എടുത്ത് വെച്ചിരുന്നത് ഉപ്മാവ് ഉണ്ടാക്കാനുള്ള സേമിയാണ്. സേമിയ ഉപ്മാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, ഈവനിങ് സ്നാക്കായിട്ടും എനിക്കത് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റാറില്ല, കാരണം ഹസ്ബൻഡിന് അത്ര താല്പര്യമില്ലാത്ത ഐറ്റമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തൊരു ദിവസം ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് സേമിയ ഉപ്പുമാവാക്കാമെന്ന് കരുതി. മോള് കഴിച്ചോളും, കുഴപ്പമില്ല. അതുപോലെ തന്നെ ലഞ്ചും വളരെ സിമ്പിളാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞു പൊതിച്ചോറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ ഇതുപോലെ സ്മൂത്തായിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പൊതിച്ചോറാകുമ്പോൾ അധികമൊന്നും വേണ്ടല്ലോ. ചമ്മന്തിയും മുട്ട പൊരിച്ചത്, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് കഴിക്കാമല്ലോ. അതൊരു നൊസ്റ്റാൾജിയാണ്, നല്ല ടേസ്റ്റിയാണ്. എന്നാൽ വിഭവ സമൃദ്ധമായിട്ടൊന്നും ഉണ്ടാക്കി സമയം കളയുകയും വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ച സവോള ഏകദേശം പാക്കറ്റിനുള്ളിൽ തന്നെ വച്ച് ഞാൻ മറന്നുപോയി എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. വെയിലത്തൊന്ന് വച്ചതിന് ശേഷം സ്റ്റോറേജിലോട്ട് മാറ്റാമെന്ന് കരുതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും, ഒരു ദിവസം പാക്കറ്റിനുള്ളിൽ തന്നെ ഇരുന്നത് കൊണ്ട്. ലഞ്ചിന് വേണ്ടിയിട്ട് ചോറ് വയ്ക്കാനുള്ളത് ആദ്യം തന്നെ വയ്ക്കുവാണ്. ഒരു ദിവസം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ കറികളെല്ലാം വെച്ചൊരു 11 മണിയൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ചിന്തിച്ചത് ചോറ് വയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ട് അന്ന് എനിക്ക് വർക്കുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഭയങ്കര തിരക്കും ഒക്കെ പിടിച്ചിട്ട് കാര്യങ്ങളെല്ലാം രാവിലെ ചെയ്തു വെച്ചതാണ്. പക്ഷേ ചോറിൻ്റെ കാര്യം മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ മിക്ക ദിവസവും ചോറങ്ങ് വെച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്തു വെച്ചതിന് ശേഷം ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ഉപ്പുമാവിന് തേങ്ങ വേണം, അതിനുള്ളതും ചിരണ്ടി എടുക്കുവാണ്. ഞാൻ മുന്നേ ഒരു ഷോർട്സിലും ഒക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നത്. ഈ ഒരു ചിരകുന്ന ഐറ്റം ഭയങ്കര യൂസ്ഫുള്ളാണ്. ചിരകിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഒത്തിരി പണിപ്പെട്ടെടുക്കേണ്ട കണ്ടില്ല. തേങ്ങ കാണുമ്പോഴേ നമുക്ക് ആ ചിരവയിൽ ചിരകി എടുക്കുന്ന അതുപോലെ തന്നെ നമുക്ക് എടുക്കാനും പറ്റും. സ്റ്റോർ ചെയ്യാനും എളുപ്പമുണ്ട്. സ്റ്റോറേജിന് ചിരക വയ്ക്കുന്ന അത്രയും സ്പേസ് വേണ്ട. പിന്നെ നമുക്കിപ്പോൾ ഇതുപോലത്തെ കൗണ്ടർ ടോപ്പൊക്കെ ആണെന്നുള്ളവർക്ക് തിരികെ വയ്ക്കുന്നതും പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. എൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ തിരികെ കയറ്റി വെക്കുന്ന ചിരവ പോലും വയ്ക്കാൻ പറ്റില്ല, കാരണം താഴോട്ട് അത്രയും സ്പേസ് ഇല്ല, കബഡ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മോഡുലാർ കിച്ചൺ ഉള്ളവർക്കും ഈ ഒരു ഐറ്റം ഭയങ്കര ഉപകാരമായിരിക്കും.
കൂടുതലും എനിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് കറികളിൽ ഇടുന്നതാണ് ഇഷ്ടം. അരിയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും പിന്നീട് ചതച്ചിടുന്ന സമയത്ത് കുറച്ച് സത്തെല്ലാം അങ്ങ് ഇറങ്ങുമല്ലോ എന്നുള്ളൊരു ഇത് കൊണ്ടിട്ടുമാണ്. പക്ഷേ ഇവ കുനുകുന അരിഞ്ഞിടേണ്ട, ഇപ്പോൾ ഉപ്പുമാവിലൊന്നും നമുക്ക് ചതച്ച് ചേർക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നീട് അത് അരിയും. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ആയി കിട്ടുക, ചതഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് കൊണ്ടിട്ട്. അല്ലാതെ വെളുത്തുള്ളിയൊക്കെ വളരെ ചെറുതായിട്ട് അരിയുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശേഷം സേമിയ ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ റോസ്റ്റഡ് ആയിട്ടുള്ള റവ മേടിച്ചാലും ഞാൻ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. കാരണം റോസ്റ്റഡ് റവ എന്ന് പറഞ്ഞാലും അധികം റോസ്റ്റ് ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്. ഉപ്പുമാവ് പെട്ടെന്ന് കുഴഞ്ഞതുപോലെ ആവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും കൂടി റോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉപ്പുമാവാക്കാറ്. പിന്നീട് സാധാരണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആ ഒരു പോലെ തന്നെ ഞാൻ ഈ സേമിയയും ആക്കി എടുക്കുന്നുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ സവോള അധികം വഴറ്റിയെടുക്കാറില്ല. ചെറിയൊരു ക്രഞ്ചിനെസ്സോടുകൂടി അങ്ങനെ കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് സോട്ട് ചെയ്തിട്ട് ഞാൻ വെള്ളം ചേർത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കും. മാത്രമല്ല ഈ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒത്തിരി കുഴഞ്ഞു പോകുന്നുണ്ട്. അത്യാവശ്യം വെള്ളം മാത്രം ഒഴിച്ച് നമ്മൾ തിളപ്പിച്ചതിന് ശേഷം സേമിയ ഇട്ട് ഞാൻ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. സേമിയ കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് അവസാനമാണ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പുമാവാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിനായിട്ട് ചെമ്മീൻ ഒന്ന് കഴുകാൻ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ മോൾക്ക് ഉണക്കച്ചെമ്മീൻ പറ്റാത്തത് കൊണ്ട് അവൾക്ക് ഞാനൊരു നോർമൽ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് സ്കൂളിൽ കൊടുത്തയക്കാനായിട്ട്. കൂടെ തന്നെ നമ്മുടെ ചോപ്പറിലിട്ട് അടിക്കുന്ന ആ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. മോൾ കൂടി കൊഴുത്ത് വിടണം എന്നുള്ളതായതുകൊണ്ട് പച്ചമുളക് ഞാനിവിടെ ചേർക്കുന്നില്ല. സവോള മാത്രം ചേർത്ത് ഉപ്പും ഇട്ട് ഞാൻ ഓംലെറ്റ് ആക്കുവാണ്. മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോപ്പറിൻ്റെ അടപ്പ് ആ ഒരു വലിക്കുന്ന സാധനം ഇതുപോലെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറും. കഴുകുന്ന സമയത്ത് ആ വെള്ളം ഇതുപോലെ വച്ചിട്ട് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ആ വെള്ളം അതിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും. ഇല്ലെങ്കിൽ അടപ്പിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നമ്മൾ ഇതുപോലെ ചോപ്പറിൽ ഓംലെറ്റ് ആക്കാൻ തുടങ്ങിയാൽ ഈ ചോപ്പർ അപ്പം തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിലും ജസ്റ്റ് വെള്ളത്തിലെങ്കിലും ഒന്ന് വാഷ് ചെയ്ത് മാറ്റണം. അതിനുശേഷം സാവധാനം സോപ്പിട്ട് കഴുകിയാലും മതിയാവും. ഇല്ലെങ്കിൽ ആ മുട്ടയുടെ അംശം ഇരുന്നങ്ങ് അതിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു സ്മെല്ലുമായിട്ട് അതിരിക്കും. അപ്പോൾ പെട്ടെന്നൊന്ന് അല്ലാതെ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തെങ്കിലും വയ്ക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ വാർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ വയ്ക്കുമ്പോൾ വാർക്കാൻ എളുപ്പമാണ്. വാഷർ മാറ്റിയിട്ട് ആ അടപ്പ് അതുപോലെ അടച്ചിട്ട് ചരിച്ച് വെച്ചാൽ മതിയാവും. ശേഷം ഞാനതൊന്ന് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചോറ് പൊട്ടിക്കുക എന്നാണ് ഞങ്ങൾ പറയുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ചോറ് വാർത്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫ്ലെയിമിൽ വച്ചിരിക്കും. അപ്പോൾ ചോറൊക്കെ ഒന്ന് പൊട്ടി, ഓരോ അരിയും പൊട്ടിയൊന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റാക്കിയതിന് ശേഷം മോളുടെ ടിഫിൻ പാക്ക് ചെയ്യുവാണ്. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ടൈമാണ് ചോറും ചമ്മന്തിയും ഒക്കെ ആയിട്ട് കൊടുത്തു വിടുന്നത്. നോർമലി ഞാൻ ചോറും തോരൻ, മെഴുക്കുവരട്ടി, തൈര് അങ്ങനെയൊക്കെ കൊടുത്തു വിടും. അപ്പോൾ ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ ചമ്മന്തി വെച്ചിട്ടുണ്ട്. ഉരുട്ടിയൊക്കെ ചമ്മന്തി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഞാൻ പിരുപിരാന്ന് ഇട്ട് കൊടുത്തു. ഒരു അച്ചാർ വെച്ച് കൊടുത്തു. പിന്നെ മുട്ട ഓംലെറ്റ് ആക്കിയത് പീസാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇത് കട്ട തൈരിനകത്ത് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി വെച്ച് കൊടുത്തു.
അപ്പോൾ ഇത് കഴിച്ചിട്ട് അന്ന് ദിവസം വന്നപ്പോൾ അവൾ ചോദിച്ചു എനിക്ക് എന്തിനാ ചോറ് ഇങ്ങനെ വെച്ചതെന്ന്. അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് കൂടുതൽ ഇഷ്ടം. സ്നാക്സ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് കൊടുത്തിരിക്കുന്നത്. മോളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ബാക്കി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസും കൂടി ചെയ്ത് വയ്ക്കുവാണ്. കാരണം എനിക്ക് വർക്ക് ചെയ്യാനുണ്ട്, പെട്ടെന്ന് ഇതെല്ലാം ഒതുക്കിയാലേ അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫ്രൈ ആയിട്ട് നമ്മുടെ ബ്രിഞ്ചോൾ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് അമ്മ എനിക്ക് വീട്ടിൽ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഫ്രൈ വേറൊന്നും ഇല്ലെങ്കിലും ഇത് കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ചോറും അതിലേക്ക് നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തി, ഉണക്ക ചെമ്മീൻ ചമ്മന്തിയും വെച്ച് കൊടുത്ത് മുട്ട പൊരിച്ചതും ബ്രിഞ്ചോൾ ഫ്രൈയും പിന്നെ നമ്മുടെ അച്ചാർ, നാരങ്ങ അച്ചാറൊക്കെ ആക്കിയിട്ട് നല്ലൊരു പൊതി ഉണ്ടാക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് കറി കുറച്ചേ ഉള്ളൂ തോന്നുമെങ്കിൽ ഉച്ചയ്ക്ക് എല്ലാം തുറന്ന് കഴിക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചിലപ്പോൾ വിശപ്പ് കൊണ്ടാവാം, ഇല്ലെങ്കിൽ വാഴയിലൊക്കെ പൊതിയുന്ന ഫ്ലേവറും കൊണ്ടാവാം. എന്തായാലും ഇങ്ങനത്തെയൊക്കെ ലഞ്ച് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാനിത് ഉണ്ടാക്കി നമുക്കിപ്പോൾ പേപ്പറിലൊന്നും പൊതിഞ്ഞടിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു പ്ലേറ്റിൽ വെച്ച് മൂടി വെച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോയി. കിച്ചണിൻ്റെ അടുത്ത് കുറച്ച് നേരത്തേക്ക് ബൈ പറഞ്ഞിട്ടാണ് പോണത്. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയത്ത് കയറി എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയതിൻ്റെ മണം മൊത്തം വീട്ടിലുണ്ട്. അപ്പോൾ ഇനി അത് മാറ്റാനായിട്ട് കുറച്ച് എയർ ഫ്രഷ്നറൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വർക്ക് ചെയ്യാനായിട്ടിരുന്നു. എനിക്കിങ്ങനെ ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു നൂറോട്ടം എഴുന്നേൽക്കുന്ന ഇഷ്ടമില്ല. കാരണം അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ആ എവിടെ വെച്ച് വിട്ടു എന്നുള്ള ആ ഒരു കോൺസെൻട്രേഷൻ പെട്ടെന്ന് അങ്ങ് പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ദിവസങ്ങൾ ആരും ഇല്ലെങ്കിൽ എനിക്ക് സ്മൂത്തായിട്ട് വർക്ക് നടക്കും. ഇനി ആ ലഞ്ച് കഴിക്കുന്ന സമയത്ത് മാത്രം എഴുന്നേറ്റാൽ മതി. അപ്പോൾ എനിക്ക് വേണമെന്ന വെള്ളം ഞാൻ അടുത്ത് വെച്ചിരിക്കും. കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോറടിക്കുകയോ എന്തെങ്കിലും അറിയാൻ മേത്ത കാര്യം വരുമ്പോഴോ പെട്ടെന്ന് ഒരു സിപ്പ് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഞാനൊന്ന് ഡിസ്ട്രാക്റ്റ് ആയിട്ട് വീണ്ടും ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യും. അത് ഈ ഇടയ്ക്കാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടെന്ന്. പിന്നീട് ഉച്ചയായ സമയത്ത് ഞാൻ എൻ്റെ ലഞ്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ വാഴയിലയിൽ പൊതിഞ്ഞ ലഞ്ചിൻ്റെ മണവും ആ പണ്ട് ഞാൻ സ്കൂളിൽ കൂടുതൽ ടിഫിൻ ബോക്സിലാണ് കൊണ്ടുപോകുന്നത്. പിന്നീട് ഇടയ്ക്കൊക്കെയാണ് ഈ ലഞ്ച് ഇങ്ങനെ വാഴയിലയിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ അതിൻ്റെ ആ ഒരു പഴയ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ലോല എൻജോയ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ലഞ്ച് കഴിച്ചത്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് വെളിയിൽ ഭയങ്കരമായിട്ട് സൈറൻ്റെ സൗണ്ട് കേട്ടത്. ലഞ്ചൊക്കെ കഴിച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് കേട്ടത്. അങ്ങനെ അത് പോയി നോക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് എന്തോ ഒരു ട്രയൽ നടത്തുവാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് 2 സ്കൂളുണ്ട്. അപ്പോൾ മുന്നേയും ഇതുപോലെ സൈറൻ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മോള് വരേണ്ട സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാമെന്ന്. എനിക്ക് വീഡിയോ ഇടാനായിട്ട് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ അധികം എഡിറ്റിംഗ് ഒന്നും നടക്കില്ല. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് നേരം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവളുടെ വാൻ വരുന്നത്. അപ്പോൾ അത്രയും നേരം ചെയ്യാമെന്ന് കരുതി എഡിറ്റ് ചെയ്തു. എഡിറ്റ് ചെയ്യാൻ എല്ലാ ദിവസവും ഇങ്ങനെ ടൈമൊന്നും കിട്ടില്ല. ഇപ്പോൾ വർക്ക് കുറച്ച് കുറവായതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ മോളുടെ വാൻ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി അവളെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.